കോട്ടയത്ത് ഇന്നലെ കനത്ത മഴയും കാറ്റുമായിരുന്നു SK. അപ്പോൾ അതിന്റെ കണക്കൊക്കെ ഇന്നലെ കണ്ടിരുന്നു. അതിന് എത്ര മഴയാണ് പെയ്തതെന്നൊക്കെ ഉള്ളത്. അതിൽ രാത്രിയാണ് ഉണ്ടായത്. വ്യാപക നാശനഷ്ടം ഉണ്ടായി. പലയിടത്തും മരം വീണു, ഗതാഗതം തടസ്സപ്പെട്ടു, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതൊന്നും ഇനിയും ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ ഇത്ര ശക്തമായൊരു വേനൽ മഴ അങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ അധികം കേൾക്കാറില്ല, ഈ തരത്തിലേക്ക് നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട്. ടോബി വിവരങ്ങളുമായുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി ജോൺസൺ, VPS ലാക് ഷോർ പേഴ്സൺ SKN40യിലേക്ക് താങ്കൾക്ക് സ്വാഗതം. മോർണിംഗ് ഷോ തുടരുകയാണ് ആറന്മുള സത്രക്കടവിൽ നിന്ന്, അല്ലേ? ഓക്കെ, പറയൂ ടോബി, എന്താ സംഭവിക്കുന്നത്? SKN അതിശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെ ഉണ്ടായത്. ഏകദേശം മണിക്കൂറുകൾ, ഒരു 2 മണിക്കൂറാണ് ഈ മഴ നീണ്ടു നിന്നതെങ്കിലും അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. ഇതിൽ തുടർന്ന് വലിയ നാശനഷ്ടം ഉണ്ടായി. പ്രത്യേകിച്ചും കോട്ടയം നഗരഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നാശനഷ്ടത്തിന്റെ കണക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്തു വരുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഗതാഗതം മരം വീണ് തടസ്സപ്പെട്ടു. അതെല്ലാം തന്നെ ഫയർഫോഴ്സ് ഇപ്പോഴും ആ മരങ്ങൾ മാറ്റുന്ന ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അത്രത്തോളം മരങ്ങൾ വീണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതാണ്. പല സ്ഥലങ്ങളിലും വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്. ഇന്നലെ രാത്രി മുതൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ല. അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ KSEB തുടർന്ന് വരികയാണ്. ഒപ്പം തന്നെ ഈ നെൽകർഷകരൊക്കെ നെല്ല് കൊയ്തു കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നെൽകർഷകർക്കടക്കം ഉണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോഴും ഇതെല്ലാം പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6:30 കൂടിയാണ് ഇന്നലെ അതിശക്തമായ കാറ്റും മഴയും ആരംഭിച്ചത്. ഇന്നലെ തിരുനക്കര പൂരമായിരുന്നു. ആ സമയത്ത് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. SK.